Hi students, welcome to a lecture series of mechanics. In this lecture, we will be discussing about the physics in rotating coordinate system. നമ്മൾ non-inertial frames of reference എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Non-inertial frames of reference എന്താണ് inertial frames of reference എന്ന് പറഞ്ഞിരുന്നു, എന്താണ് non-inertial frames of reference നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ തന്നെ യൂണിഫോംലി ആക്സിലറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയാണ് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്ന non-inertial frames of reference. That means a frame of reference which is accelerating but it is accelerating uniformly. അത്തരത്തിലുള്ള non-inertial frames of referenceലെ fictitious ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എന്താണ് fictitious ഫോഴ്സ് എന്നും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനേർഷ്യൽ ഫ്രെയിംസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോസ് വാലിഡ് ആവുന്ന ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. അപ്പോൾ അത്തരം ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ന്യൂട്ടൺസ് ലോ വാലിഡ് ആവുന്ന ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒരു ഫ്രെയിം വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ അത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആണ്. ആൻഡ് ഇഫ് എ ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഇറ്റ് ഈസ് ഓൾസോ ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിംസിന് എക്സാമ്പിൾസ് നമുക്ക് പറയാവുന്നത്, ഇനേർഷ്യൽ ഫ്രെയിംസിന് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രെയിംസ് അറ്റ് റെസ്റ്റ്, ഫ്രെയിം അറ്റ് റെസ്റ്റ് ആൻഡ് ഫ്രെയിം which is moving with uniform velocity. Uniform velocity. Such frames are inertial frames. Okay. Non-accelerating, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ non-accelerating frames. അതിൽ പിന്നെ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഡിസ്കസ് ചെയ്തപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ യൂണിഫോംലി accelerating frame, a frame which is accelerating uniformly. That means suppose if a car is moving with a uniform acceleration, or if an object is moving with that uniform acceleration, the frame attached to that object is it is a uniformly accelerating frame. Uniformly accelerating ഫ്രെയിംസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അത്തരം യൂണിഫോംലി ആക്സലറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കൺസിഡറേഷൻ എന്ന് പറയുന്നത്, അവിടെ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ട്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് നോട്ട് എ റിയൽ ഫോഴ്സ്. നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ നമ്മൾ എഫ് ഫിക്റ്റീഷ്യസ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -m(a0) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. This A0 is acceleration of the frame. That acceleration is uniform. It's constant acceleration. അപ്പോൾ -m(a0) എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. It is not a real force. It is a pseudo force. And in uniformly accelerating systems, this fictitious force is just like a gravitational force. Or fictitious acceleration is just like, അല്ലെങ്കിൽ fictitious force is just like just like they have the form of uniform gravitational field. യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഒരു ഫോമിലാണ്. നമ്മൾ അതിനൊരു ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പുള്ള ലെക്ചറിൽ. അത്തരം എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ആക്സലറേറ്റിംഗ് പെൻഡുലം ഇൻ ആൻ ആക്സലറേറ്റിംഗ് കാർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ, ഈ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു
ദ മാസ് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ fictitious force is just like fictitious force have the form have the simple form of a uniform gravitational field. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു മാസ്. ഈ രൂപത്തിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ എഫ് ഫിക്റ്റീഷ്യസ് ഇസ് ഈക്വൽ ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ -m(a0) എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. a0 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു m എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് വളരെ ലളിതമായിട്ട് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂണിഫോംലി ആക്സലറേറ്റിംഗ് ഫ്രെയിമിലെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. പക്ഷേ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ആ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം റൊട്ടേഷൻ, യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒബ്ജക്റ്റിന് ഒരു സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ +2 തലത്തിൽ തൊട്ടേ പഠിക്കുന്നതാണ്. ഡിഗ്രി തലത്തിൽ തൊട്ട് നമ്മൾ എന്താ പറയുക 12th ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷനൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. യൂണിഫോം സർക്കുലർ മോഷനിൽ സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് just like this, then there will be a centripetal acceleration. This acceleration is towards the center. It is called centripetal acceleration. So ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ there will be അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ദാറ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സോ നമ്മൾ ബേസിക് കൈനമാറ്റിക്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് സെൻറ്റർ ടുവേർഡ്സ് ദ സെൻറ്റർ എങ്ങനെ ഫോഴ്സ് ഉണ്ടാവുന്നു, വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. ആ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ആക്സലറേറ്റിംഗ് സിസ്റ്റം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എ റൊട്ടേറ്റിംഗ് സിസ്റ്റം ഈസ് നത്തിങ് ബട്ട് ആൻ ആക്സലറേറ്റിംഗ് സിസ്റ്റം. റൊട്ടേറ്റിംഗ് ഫ്രെയിം, ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മളിപ്പോൾ ഒരു ഇത് റെസ്റ്റിലുള്ള ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഫ്രെയിം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആക്സലറേറ്റിംഗ് ഫ്രെയിം. That means that rotating frame is a non-inertial frame. Best example എന്ന് പറയുന്നത് എർത്ത് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത് it is rotation of earth about its axis. Rotation of earth about its own axis. So earth is nothing actually a rotating frame. ഇപ്പോൾ എർത്തിൽ ഫിക്സ് ചെയ്ത ഫ്രെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണ്. പക്ഷേ പല സിമ്പിൾ പ്രോബ്ലത്തിലും എർത്ത് ബൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പല പ്രോബ്ലത്തിലും നമ്മൾ എർത്തിനെ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എർത്ത് ഈസ് എ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഇറ്റ് ഈസ് ആൻ ആക്സലറേറ്റിംഗ് ഫ്രെയിം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ നമ്മൾ യൂണിഫോംലി ആക്സലറേറ്റിംഗ് കോൺസ്റ്റന്റ് ആക്സലറേഷനിലെ ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിമുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ജനറലി ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ആക്സലറേറ്റിംഗ് ഫ്രെയിമാണ്. യൂണിഫോം ആക്സലറേഷൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് സാധാരണ എന്താ പറയുക ലീനിയർ ഡയറക്ഷനിൽ യൂണിഫോംലി ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫ്രെയിം, റെസ്റ്റുള്ള ഒരു ഫ്രെയിമും മറ്റൊരു ഫ്രെയിം, സപ്പോസ് ദാറ്റ് ഫ്രെയിം ഈസ് ആക്സലറേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ ലൈക്ക് ദിസ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. നമുക്കറിയാം അവിടുത്തെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എഴുതാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്
F fictitious is equal to minus ma naught. വളരെ സിമ്പിൾ ഫോമിൽ നമുക്ക് ജസ്റ്റ് ലൈക്ക് എ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ സിമ്പിൾ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന് കുറച്ചും കൂടിയും സെവറൽ ടേംസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരു സിംഗിൾ ടേം വെച്ചിട്ട് ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇൻ rotating coordinate system do not have the simple form just as in the case of a uniformly accelerating system. It involves several other terms. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, in rotating frame of reference in rotating frames fictitious force do not have simple form. Fictitious forces do not have simple form of a uniformly gravitational field. അത്തരം സിമ്പിൾ ഫോം എവിടെയാണ്? as in the case of uniformly accelerating systems, accelerating frames, but involve several other terms including the term which is velocity dependent. പാർട്ടിക്കിളുടെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമുകൾ അടക്കം ഇതിലുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിലെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫിസിക്സിൽ. കാരണം റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിന് ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും പല കേസുകളിലും ഇക്വേഷൻ ഓഫ് മോഷൻ ഒരു പ്രോബ്ലത്തിൻ്റെ ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് ഓഫ് മോഷൻ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറാൻ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് ഫ്രെയിമിൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലളിതമാവും. അതായത് പല കേസുകളിലും നമ്മൾ ഫിസിക്കൽ പ്രോബ്ലത്തിനെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ലളിതമായിട്ട് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഫ്രെയിം ഓഫ് റെഫറൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, തുടർന്നുള്ള ലെക്ചറിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എയർ ഫ്ലോ, ഫിസിക്സ് ഓഫ് എയർ ഫ്ലോ വളരെ ലളിതമായിട്ട് നമുക്ക്, അതായത് വെതർ സിസ്റ്റംസ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത്തരം സിസ്റ്റംസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള പ്രോബ്ലം ഡിസ്കഷൻ ആയിരിക്കും കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്ക് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ അതാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആമുഖമായിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. നമ്മളത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? അതിൻ്റെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആക്സലറേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ
സോ നമ്മൾ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റവും ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റവും നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മുടെ കയ്യിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. യു കൺസിഡർ എ പാർട്ടിക്കിൾ of mass m. മാസ് m ഉള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. You consider a particle of mass m which is accelerating uniformly with an acceleration a in an inertial frame, with respect to an inertial frame at with an acceleration a rot with respect to a rotating frame. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ മാസ് m ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. റസ്റ്റിലുള്ള ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇനേർഷ്യൽ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് a ഇനേർഷ്യൽ ആണ്. നമ്മളൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിം കൺസിഡർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിം, ദാറ്റ് ഫ്രെയിം ഈസ്, എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പിന്നീട് പറയാം. ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് a റോട്ട് ആണ്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ a ഇനേർഷ്യലും, റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആക്സലറേഷൻ a റൊട്ടേഷനുമാണ്. അതായത് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ക് നിന്നുകൊണ്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ a റോട്ട് എന്ന് എഴുതുന്നു. ഒരു റസ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് a ഇനേർഷ്യൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. Okay, so you consider a particle of mass m which is accelerating uniformly with an acceleration a in an inertial frame, in an inertial frame with respect to an inertial frame and with an acceleration a rot with respect to a rotating frame. ഇനി നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ഫ്രെയിം കൺസിഡർ ചെയ്തു. ഒരു റസ്റ്റ് ഫ്രെയിമും ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഇനി ആ റസ്റ്റ് ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ആ റസ്റ്റ് ഫ്രെയിമിന് ഒരു ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഇനേർഷ്യൽ ഫ്രെയിം ആ റൊട്ടേറ്റിംഗ് ഫ്രെയിമിന് ഒരു ആക്സലറേഷൻ ഉണ്ട്. കാരണം എന്താ, ആ ഫ്രെയിം ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രെയിമിന് ഒരു ആക്സലറേഷൻ ഉണ്ട്. എന്തിനെ സംബന്ധിച്ചിടത്തോളം? വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനേർഷ്യൽ ഫ്രെയിം. സോ അത് നമ്മൾ വെക്റ്റർ എ എന്ന് കൺസിഡർ ചെയ്യാം. വെക്റ്റർ എ ഇസ് ദ acceleration of the relative acceleration, നമുക്ക് അങ്ങനെ പറയാം, relative acceleration of the rotating frame with respect to the inertial frame. അല്ലെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിമും റൊട്ടേറ്റിംഗ് ഫ്രെയിമും തമ്മിലുള്ള റിലേറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് a ആണ്. ആ ക്ലിയർ? അപ്പോൾ a ഇന്നാണ്. നമ്മൾ ഒരു ഫ്രെയിം കൺസിഡർ ചെയ്തു, ഇനേർഷ്യൽ ഫ്രെയിം, പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമും കൺസിഡർ ചെയ്തു. റൊട്ടേറ്റിംഗ് ഫ്രെയിം, ഇനേർഷ്യൽ ഫ്രെയിമിൽ ഓബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് a ഇന്നാണ്. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ a റോട്ടാണെന്ന് വിചാരിക്കാം. ഇത് ആക്സലറേറ്റ് ചെയ്യുന്നത് that frame is accelerating with
ആക്സലറേഷൻ എ ആണ്. സോ ആക്സലറേഷൻ ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻ മൈനസ് എ. കാരണം എ ആക്സലറേഷൻ, ക്യാപിറ്റൽ എ ആക്സലറേഷനോട് കൂടിയാണ് ഫ്രെയിം ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേഷണൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എ ഇൻ മൈനസ് എ വരും. മൈനസ് എ ആക്സലറേഷനിൽ ഫ്രെയിം എ ആക്സലറേഷൻ ആകുമ്പോൾ ഒരു മൈനസ് എ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. എ റോട്ട് ഇസ് ഈക്വൽ ടു എ ഇൻ മൈനസ് എ എന്ന് എഴുതാം. ഓക്കെ, സോ എ റോട്ട് ഇസ് ഈക്വൽ ടു എം എ റോട്ട് ഇസ് ഈക്വൽ ടു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എം എ ഇൻ മൈനസ് എം എ നമുക്ക് റെപ്രസെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എം എ റോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് റോട്ട്, റൊട്ടേഷണൽ ഫ്രെയിം, അതായത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഇത് എം ഇൻ എഫ് ഐ എന്ന് കൊടുക്കാം പ്ലസ് എഫ് ഫിക്റ്റീഷ്യസ്. സോ എഫ് ഫിക്റ്റീഷ്യസ് ഇസ് ഈക്വൽ ടു മൈനസ് എം എ. നമുക്ക് അറിയേണ്ടത് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിന്റെ ആക്സലറേഷൻ. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് കിട്ടി, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആക്സലറേഷൻ കിട്ടി. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. എ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്കറിയാം ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ എഫ് റോട്ട് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് റോട്ട് ഇസ് ഈക്വൽ ടു എം എ റോട്ട് എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ഓക്കെ, so in this problem, in this rotating frame, our task is to find A. Explicit form of A നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതിന് മുമ്പ് ആ ഒരു റിലേഷൻ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനേർഷ്യൽ ഫ്രെയിമിൽ ഒരു ഓബ്ജക്റ്റിന് നമ്മൾ 2 ഫ്രെയിം കൺസിഡർ ചെയ്തു, ഒരു ഇനേർഷ്യൽ ഫ്രെയിമും ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമും. ഈ ഇനേർഷ്യൽ ഫ്രെയിമിലെയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെയും നിന്നുകൊണ്ട് ഓബ്ജക്റ്റുകളുടെ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ in order to find this let us first analyze the relation between velocities of the particle in inertial frame and velocity of the particle in rotating frame. Inertial ഫ്രെയിമിലുള്ള വെലോസിറ്റിനെ നമ്മൾ വി ഇൻ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, നോട്ട് ദ വെലോസിറ്റി ഓഫ് ദ ഫ്രെയിം. ആൻഡ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ വെലോസിറ്റിയെ വി റോട്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഐഡന്റിഫൈ ചെയ്താൽ ആ റിലേഷനിൽ നിന്ന് ഒരു വട്ടം കൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഇനേർഷ്യൽ ഫ്രെയിമിലെയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെയും ആക്സലറേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്താൽ അതിൽ നിന്ന് ഫിക്റ്റീഷ്യസ് ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
സോ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് രണ്ട് ഫ്രെയിമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിമാണ്. നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനേർഷ്യൽ ഫ്രെയിമിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിനെ ഞാൻ അൺപ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അൺപ്രൈംഡ് കോർഡിനേറ്റ്സ്. എക്സ് വൈ സെഡ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. റെസ്റ്റിലുള്ള ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ വെക്ടർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിം. റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് പ്രൈംഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രൈംഡ് കോർഡിനേറ്റ്സ് എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം. റൊട്ടേറ്റിംഗ് ഫ്രെയിം. റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എബൌട്ട് സെഡ് ആക്സിസ് ഒരു ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം. റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് സെഡ് ആക്സിസ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ. This is the angular velocity. Angular velocity. Angular velocity എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Angular velocity എന്ന് പറയുന്നത് d theta by omega എന്ന് പറയുന്നത് d theta by dt അല്ലെങ്കിൽ angular displacement divided by time interval എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഒരു ഫ്രെയിം ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒമേഗ ഈസ് along Z ആക്സിസ്. അതായത് സെഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ് ഒമേഗ എന്ന് വിചാരിക്കുക. ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അത് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സപ്പോസ് ദ ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ്, ദിസ് വിൽ ബി the thumb represents the direction of omega. So the frame is rotating and about z axis. Suppose the frame is rotating about z axis with uniform angular velocity omega. So z and z prime coincides always. അതായത് ഇനീഷ്യലി എക്സും എക്സ് പ്രൈമും ഒക്കെ സെയിം ആണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് എക്സ് പ്രൈം എന്നും റൊട്ടേറ്റ് ചെയ്ത് ഇത് വൈ പ്രൈം എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സെഡ് പ്രൈം ഈ ഡയറക്ഷൻ തന്നെ വരും, സെഡ് പ്രൈം ഇത് തന്നെ വരും. സെഡ് പ്രൈം മാറുന്നില്ല. അപ്പോൾ ഫ്രെയിം ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് ഫ്രെയിമുകളുടെയും ഒറിജിൻ കോയിൻസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വൺ ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ അലോങ് എക്സ് ആക്സിസ്. ഇതാണ് നമ്മളുടെ കൺസിഡറേഷൻ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് വി റോട്ട് ഇസ് ഈക്വൽ ടു വി ഇൻ പ്ലസ് ഒമേഗ വി ഇൻ ഇസ് ഈക്വൽ ടു വി റോട്ട് പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്നുള്ള ഒരു റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിമിനെയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിനും തമ്മിലുള്ള വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമ്മളൊരു ഒരു പാർട്ടിക്കിളിനെ അബൌട്ട് എക്സെഡ് പ്ലെയിനിലെ ഒരു പൊസിഷൻ വെക്ടറിനെ വെക്ടർ ആർ ഓഫ് ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കൺസിഡർ പാർട്ടിക്കിൾ ഓഫ് മാസ് എം along xz plane at a time t.
ഒരു ആഫ്റ്റർ എ ടൈം ടി ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറി എന്ന് വിചാരിക്കാം, ഒരു ഡെൽറ്റ ടി ടൈംസ് സമയം കഴിയുമ്പോൾ. അപ്പോൾ ഇത് വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തുന്നത്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.